ക്രിസ്തുമസിനെക്കുറിച്ചുള്ള 3 ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ. ഇതിൽ അവസാനത്തേത് ക്രിസ്തുമസിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റിമറിക്കും. ബൈബിളിൽ ക്രിസ്തുമസ് സംബന്ധിയായി നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് അറിവുള്ളത്. മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനായ യേശുവിനു ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജന്മം നൽകി. കാരണം സത്രത്തിൽ ഒരിടത്തും അവർക്ക് സ്ഥലം കിട്ടിയില്ല. നമ്മൾ കാണുന്നതിലും അപ്പുറം ഒരു വലിയ രഹസ്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. യേശു ജനിച്ചത് ഒരു സാധാ കാലിത്തൊഴുത്തിലായിരുന്നില്ല. പുരാതന ജെറുസലേമിൽ മിഗ്ദാദ് കന്നുകാലികളുടെ ഗോപുരം എന്നറിയപ്പെട്ടിരുന്ന വിശിഷ്ടമായ ഒരു സ്ഥലമുണ്ടായിരുന്നു. ദേവാലയത്തിൽ ബലിയർപ്പിക്കാനുള്ള ന്യൂനമറ്റ കുഞ്ഞാടുകളെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന സ്ഥലം. അവയ്ക്ക് ഒരുതരത്തിലും കേടുപാടുകൾ സംഭവിക്കത്തിക്കാൻ അവയെ പ്രത്യേകം വൃത്തിയുള്ള തുണികളിൽ പൊതിഞ്ഞു കൽത്തൊട്ടിയിൽ സൂക്ഷിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള കൽത്തൊട്ടിയിലാണ് ഉണ്ണിയേശു പിറന്നത്. ലോക പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാടായി അവിടുന്ന് മാറുകയായിരുന്നു. രണ്ടാമത്തെ രഹസ്യം, യേശുവിന്റെ ജനനത്തെക്കുറിച്ചു ആദ്യമായി കേട്ടത് രാജാക്കന്മാരോ പുരോഹിതരോ ഒന്നുമല്ല, ആട്ടിടയന്മാരായിരുന്നു. ആ ആട്ടിടയന്മാർ സാധാ ആടുകളെ മേയ്ക്കുന്നവരായിരുന്നില്ല, ദേവാലയത്തിൽ ബലിയർപ്പിക്കേണ്ട കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ആട്ടിടയന്മാരായിരുന്നു. കച്ചയിൽ പൊതിഞ്ഞു കൽത്തൊട്ടിയിൽ കിടന്നിരുന്ന ശിശുവിനെ അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി യഥാർത്ഥ ബലിയർപ്പണത്തിന് സമയമായി, ബലിക്കുള്ള കുഞ്ഞാടും ആഗതനായി എന്ന്. മൂന്നാമത്തെ രഹസ്യം, ബത്ലഹേമിൽ ഉദിച്ച നക്ഷത്രം ജ്യോതിശാസ്ത്രപരമായ നടന്ന സംഭവത്തേക്കാൾ ഉപരിയായി ദൈവരാജ്യം ഇതാ ഭൂമിയിൽ സമാഗതമായി എന്ന് ദൈവം ആകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വിളംബരം നടത്തുകയായിരുന്നു. ആ പ്രകാശം ജ്ഞാനികളെ ജെറുസലേമിലേക്ക് നയിച്ചത് ഇസ്രായേലിനു വേണ്ടി മാത്രമുള്ള രക്ഷയുടെ സാക്ഷികളാകാൻ അല്ല, ലോകത്തിനു മുഴുവൻ വേണ്ടിയുള്ള രക്ഷയ്ക്ക് സാക്ഷികളാകാനായിരുന്നു. അടുത്ത തവണ ഒരു പുൽക്കൂട് കാണുമ്പോൾ ഈ രഹസ്യങ്ങൾ ഓർക്കാം. അതൊരു സാധാ പുൽക്കൂട് അല്ലായിരുന്നു എന്ന്, നിത്യപ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു എന്നും അത് ബലിയർപ്പണത്തിനായി മാറ്റിവെക്കപ്പെട്ട സ്ഥലത്തു ആട്ടിടയന്മാർക്ക് മനസ്സിലായ സത്യം സ്വർഗം തന്നെ താണിറങ്ങി വിളിച്ചു പറഞ്ഞ വലിയ രക്ഷ. ഈ മെസ്സേജ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ആമേൻ എന്ന് കമന്റ് ചെയ്യുക.